നമുക്കിന്ന് നല്ലൊരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. വാഴപ്പിണ്ടി വെച്ചാണ് ഇത് തയ്യാറാക്കിയത്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിക്കാമ്പെന്ന് പറയും. നല്ല ഫ്രഷായ ഉണ്ണിക്കാമ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, അത് വെച്ച് തയ്യാറാക്കിയതാണ്. ഇത് വയറിനും വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ണിക്കാമ്പൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാനിത് 2 കഷ്ണം ഉണ്ണിക്കാമ്പാണ് എടുത്തത്. അതിൻ്റെ 2 സൈഡും ആദ്യം ഒന്ന് ചെത്തിപ്പോക്കി കളയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു പൊളി അവിടെ വെച്ച ശേഷമാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉണ്ണിക്കാമ്പ് പിന്നീട് എടുക്കുമ്പോൾ കേടാവുകയും കളർ മാറുമൊന്നുമില്ല. നല്ല ഫ്രഷ് വെള്ള കളർ തന്നെ നമുക്ക് കിട്ടും. ഇത് ഞാനിതിൻ്റെ തൊലിയെല്ലാം ഒന്നുകൂടി പോക്കി 2 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് പോക്കിയ ശേഷം ചെറുതായൊന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ വട്ടത്തിൽ അരിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നാരുണ്ടാവും, അത് കിട്ടും. അതിങ്ങനെ കയ്യിൽ ചുറ്റിച്ചെടുത്താൽ മതി. ഓരോ തവണ അരിയുമ്പോഴും ഇതേപോലെ ചുറ്റിച്ചെടുത്താൽ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ അതിൽ നാരുണ്ടാവില്ല കേട്ടോ. ഞാനിവിടെ 2 വാഴക്കൂമ്പിൻ്റെയും നാരെല്ലാം പോക്കി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഇത് കളയാതെ തോരൻ വെച്ച് കഴിക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ വയറിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം എന്തെല്ലാം ഗുണങ്ങളാണ് ഇത് കഴിച്ചാൽ കിട്ടുക എന്നുള്ളത്. നമുക്ക് വയറിന് അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ തോരൻ വെച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്. ഞാനിവിടെ 2 ഉണ്ണിക്കാമ്പിൻ്റെ നാരും പോക്കിയ ശേഷം ഇവിടെ മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മളിത് അധികം കട്ടിക്കല്ല കേട്ടോ മുറിച്ചെടുക്കുന്നത്. കട്ടിക്ക് മുറിച്ചെടുക്കുമ്പോൾ ചില ഉണ്ണിക്കാമ്പ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ഉണ്ണിക്കാമ്പായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചിലത് നല്ലൊരു ഉറപ്പായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ നല്ല ചെറുതായി നൈസായിട്ട് അരിഞ്ഞിട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതേ രീതിയിലാണ് ഇതെല്ലാം മുറിച്ചിട്ടത്. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിത് ചെറുതായൊന്ന് അരിഞ്ഞിട്ടെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ മുറിച്ച് വെച്ച ഉണ്ണിക്കാമ്പിൻ്റെ കഷ്ണങ്ങൾ 5-6 എണ്ണം ഇതേപോലെ അങ്ങ് അട്ടിക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു കത്തി വെച്ച് ഇങ്ങനെ അങ്ങ് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നത് എങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിയും പരിപാടിയല്ല. ഒരുപാടെണ്ണം ഒരുമിച്ച് വെച്ച് അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് അരിയലൊക്കെ പെട്ടെന്ന് കഴിയും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. 5-6 എണ്ണം ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒരു സൈഡ് ഇതേപോലെ അങ്ങ് നീളത്തിൽ അരിയുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ ചെറുതായി അങ്ങ് അരിഞ്ഞെടുക്കാം. അങ്ങനെ മുഴുവൻ ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ല, ഇതിലിപ്പോൾ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചതിൽ ഒരല്പം പോലും നാരിൻ്റെ അംശമൊന്നുമില്ല. ഒക്കെ നല്ല സൂപ്പറായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. വഴന്നൊന്നും വരണ്ട. അതിൻ്റെ മുന്നേ തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരിഞ്ഞു വെച്ചത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഉപ്പും മഞ്ഞളും ഉണ്ണിക്കാമ്പിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നല്ലോണം വെന്ത് കിട്ടും. ഓരോ ഉണ്ണിക്കാമ്പിനും ഓരോ വേവായിരിക്കും കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ച് കൊടുത്താൽ മതി. നിങ്ങളത് നോക്കിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ചില ഉണ്ണിക്കാമ്പിൽ അല്പം വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും, കട്ടിയുള്ള സൈസൊക്കെ ആകുമ്പോൾ. ഇതിലൊരല്പം പോലും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. അല്ലാണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് അമർത്തി നോക്കിയാൽ അറിയാം നല്ലോണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കണ്ടില്ലേ, ഇത് അമർത്തി നോക്കിയപ്പോൾ നല്ലോണം വെന്തങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് 1/4 ടീസ്പൂൺ
കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. തേങ്ങ ഇല്ലാണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഈ തേങ്ങയുടെ പച്ച ചുവക്ക മാറാനായിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുകയാണ്. അടച്ച് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ വീണ്ടും വെള്ളം പോലെയായി പോകും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ തോരനൊക്കെ ഇവിടെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അത്രയുള്ള പരിപാടി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു തോരൻ മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകില്ലേ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.